അപ്പോൾ ഗൈസ്, എയർപോർട്ടിൽ ഇൻ്റലിജൻറ്റ് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള അനഘ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇൻ്റലിജൻറ്റ് ബ്യൂറോയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും ടാലൻ്റ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു ജോബ് കിട്ടൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടീൻ്റെ ടാലൻറ്റും ഇൻ്റലിജൻസും ഒക്കെ എത്രത്തോളം എന്ന്. എന്നിട്ട് ആ കുട്ടി എന്തിനാ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ആത്മഹത്യ ചെയ്യുന്നവരോട് അത്ര വലിയ സഹതാപം തോന്നാറില്ല, മറിച്ച് പുച്ഛം മാത്രമാണ് തോന്നാറ്. ഈ സൂസൈഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ തോന്നുന്നൊരു കാര്യമാണ്. എന്നാലും അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കി വീട്ടുകാരെയും ഒക്കെ ഒന്ന് ആലോചിക്കണം. ജനിച്ച ഒരു ദിവസം എന്തായാലും മരിക്കണം. പിന്നെ നമ്മളെ സ്വന്തം ജീവൻ നമ്മൾ സ്വയമായിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്കൊക്കെ എൻ്റെ ഒരു കൈ മുറിഞ്ഞാൽ പോലും എനിക്കൊക്കെ പേടിയാണ്. അപ്പോൾ ഈ സൂസൈഡ് ചെയ്യാനും അതിനും വേണം ഒരു ധൈര്യമൊക്കെ അല്ലേ. മേഘയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വെൽ സെറ്റിൽഡായ ഫാമിലി തന്നെയാണ്. അച്ഛൻ റിട്ടയർഡ് പ്രൊഫസറും അമ്മ സെക്രട്ടറി ജീവനക്കാരിയൊക്കെ ആയിരുന്നു. ഈ മേഘ അവരുടെ ഒറ്റ മോളായിരുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, അവളൊരു പഠിച്ച് ജോലി വാങ്ങുന്നതും കല്യാണം കഴിച്ച് അയക്കുന്നതും എത്രത്തോളം അവർക്ക് സ്വപ്നം ഉണ്ടാവും എന്നുള്ളത്, എത്രത്തോളം അവർക്ക് വിഷമം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. മേഘ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു. മേഘ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് മരണപ്പെടുന്ന ദിവസം മേഘയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ മേഘ പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു. ഈ മരണപ്പെടുന്ന സമയത്ത് മേഘ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ മേഘ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്ത് പോവുകയും അവിടെ വെച്ച് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവൻ പിന്മാറി എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ അവളെ തേച്ചു. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫ് മാത്രമാണ്. അത് നമ്മൾ ഡിപ്രഷൻ അടിച്ച് നമ്മുടെ സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നതോ അത് ഏറ്റവും വലിയ മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് എന്തൊക്കെയുണ്ട് ഈ ഭൂമിയിൽ ചെയ്യാനും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക.